ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ പിന്നാലെ വരില്ലാന്ന് സച്ചിൻ എനിക്ക് വാക്ക് തരണം. നിനക്ക് ഞാനൊരു വാക്കും തരില്ല. എനിക്ക് സൗകര്യമുള്ളതുപോലെ ഞാൻ ചെയ്യും. നീ പൊയ്ക്കോ, എവിടെ വേണമെങ്കിലും പൊയ്ക്കോ. ഞാൻ നന്ദേണ്ണൊന്ന് കണ്ടിട്ട് വരാം. അർച്ചന, നന്ദേട്ടാ, കുറച്ചു നാളത്തേക്ക് ഞാൻ വൃന്ദാവനത്തിലേക്ക് പോവാ. എന്റെ മുന്നില് വേറെ വഴിയില്ല. നന്ദേണ്ണി കിടക്കുന്നത് പോലും എന്റെ കുഞ്ഞിന്റെ ദോഷമായിട്ടാ ഇവിടെ എല്ലാവരും പറയുന്നത്. നന്ദേട്ടൻ അങ്ങനെ ഒരിക്കലും പറയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. 1000 കുടത്തിന്റെ വാ മൂടി കെട്ടിയാലും ഒരു മനുഷ്യന്റെ വാ മൂടി കെട്ടാൻ നമുക്ക് പറ്റില്ലല്ലോ. അടുത്തു നന്ദേട്ടാ, ഇനി ഇവിടെ നിന്ന എന്റെ കുഞ്ഞിനെ എനിക്ക് നഷ്ടപ്പെടും. ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടായി കാണണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ആളാണ് നന്ദേട്ടൻ. നന്ദേട്ടന്റെ അനിയത്തിയായിട്ട് ഈ വീട്ടിൽ വന്നത് മുതൽ നന്ദേട്ടൻ എന്നോട് കാണിച്ച വാത്സല്യവും കരുതലും ഞാൻ ഒരിക്കലും മറക്കില്ല. ഞാൻ ആരും ഉപേക്ഷിച്ച് പോവല്ല, തിരിച്ചു വരും. എന്റെ കുഞ്ഞ് ഈ വീടിന്റെ ഭാഗ്യമാണെന്ന് എല്ലാവരും പറയുന്നൊരു ദിവസം എന്റെ കുഞ്ഞിനെ കൊണ്ട് അന്ന് ഞാൻ തിരിച്ച് പടി കയറും. അതുവരെ എനിക്കിവിടെ നിന്നും മാറി നിന്നേ പറ്റൂ. ഒരുപാട് കാര്യങ്ങളുണ്ട് എന്റെ മുമ്പിൽ. നന്ദേട്ടന് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എല്ലാം നന്ദേണ്ണ അറിയുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതൊന്നും എന്റെ കുഞ്ഞിന്റെ ദോഷമല്ല എന്നുള്ളത് എനിക്ക് തെളിയിക്കണം. ഓ, നീ അയാളുടെ യാത്ര പറയായിരുന്നു. ആകെ സെന്റ് സീനാണല്ലോ. ഇന്നത്തെ ചായക്ക് എന്താ ഒരു രുചി. ആ, ചെലപ്പോ നീ പോകുന്നോണ്ടായിരിക്കും. ഇനി നിനക്കിവിടേക്ക് തിരിച്ചു വരേണ്ടി വരില്ല. ഇവിടുത്തെ നിന്റെ റോൾ അവസാനിച്ചു. വൃന്ദാവനത്തിൽ തന്നെ സ്ഥിരതാമസമാക്കുന്നതാ നിനക്ക് നല്ലത്. ഞാനും കുഞ്ഞും കൂടി തിരിച്ചെത്തുന്നതിന് മുമ്പ് നന്ദേണ്ണി കട്ടിലിൽ നിന്ന് എണീക്കണം. എഴുന്നേക്കും, അതെനിക്ക് ഉറപ്പാ. പിന്നെ എഴുന്നേക്കും. ഇയാൾ ഇനി ജന്മത്തീ കട്ടിലിൽ നിന്ന് എഴുന്നേക്കാൻ പോകുന്നില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. നിങ്ങളുടെ മനസ്സിലിരിപ്പ് അത് തന്നെയാണെന്നുള്ളത് എനിക്ക് പണ്ടേ അറിയാം. പക്ഷെ നിങ്ങളുടെ എല്ലാ കണക്കുകൂട്ടലും തെറ്റിക്കും ഞാൻ. അതിനുവേണ്ടിയാ ഞാനിപ്പോ പോകുന്നത്. അത് നിങ്ങൾക്ക് താമസിയാതെ മനസ്സിലാവും. എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു വനവാസകാലമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരവിന്റെ കാലമുണ്ട്. അത് നിങ്ങൾ മറക്കരുത്. ഞാൻ തിരിച്ചു വരുന്ന ദിവസം നിങ്ങൾ ഈ വീടിന്റെ പടിയിറങ്ങും. നമുക്ക് കാണാം. കണ്ടിരിക്കും. ഇറങ്ങിട്ട് വന്നിട്ടാ. അവള് പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? അവള് തിരിച്ചു വരുന്ന ദിവസം എന്റെ പടിയിറക്കമാണെന്ന്.
തിരിച്ചുവരവ് എന്നൊന്ന് ഇനി അവളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. തന്റെ ജീവിതത്തിലും ഇല്ല. ഈ കിടക്കയിൽ കിടന്ന് നരകിച്ചു മരിക്കും താൻ. എല്ലാറ്റിനെയും ഞാൻ പൂട്ടി, അർച്ചനയും പൂട്ടി. ഇനി ഇവിടെ ആരുമില്ല. എല്ലാം എല്ലാം ഇനി എന്റെ കാൽച്ചുവട്ടിലായിരിക്കും. സച്ചേട്ടാ ചേച്ചി ഇവിടെ. ഒരിക്കലും അർച്ചന എടുത്ത് ഇവിടുന്ന് പോകാൻ അനുവദിക്കരുത്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പോയേ പറ്റുമെന്ന് വാശി പിടിച്ച് നിൽക്കാം അവള്. അവളെയും കുഞ്ഞിനെയും കാണാൻ പോലും ഞാൻ അങ്ങോട്ട് ചെല്ലരുതെന്നാ പുതിയ കൽപ്പന. അവളും കുഞ്ഞും ഇല്ലാതെ എനിക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും? നമുക്ക് ഒരുമിച്ച് വൃന്ദാവനത്തിലേക്ക് പോകാന്ന് പറഞ്ഞപ്പോ അവൾ അതും സമ്മതിക്കുന്നില്ല. നിങ്ങൾ തന്നെ പറ, ഞാൻ എന്ത് ചെയ്യണം? നമുക്ക് ഒരുമിച്ച് വൃന്ദാവനത്തിലേക്ക് പോകാന്ന് പറഞ്ഞപ്പോ അവൾ അതും സമ്മതിക്കുന്നില്ല. നിങ്ങൾ തന്നെ പറ, ഞാൻ എന്ത് ചെയ്യണം? ആ, ദാ വന്നല്ലോ. ഇനി നിങ്ങൾ തന്നെ ചോദിക്കേ, ഇവളെ ചെയ്യുന്നതൊക്കെ ശരിയാണോ എന്ന്. ചേച്ചി, ഞങ്ങൾ പറയുന്നൊന്ന് കേക്ക്. ആരും ഒന്നും പറയണ്ട. എന്റെ തീരുമാനത്തിന് ഒരു മാറ്റവുമില്ല. എന്റെ വാക്ക് കേൾക്കാതെ സച്ചിൻ എന്റെ പിന്നാലെ വൃന്ദാവനത്തിലേക്ക് വന്നു. പിന്നെ ഞാനും കാണില്ല, നമ്മുടെ കുഞ്ഞും കാണില്ല. എന്റെ പിന്നാലെ വരില്ലെന്ന് സച്ചിൻ എനിക്ക് വാക്ക് തരണം. നിനക്ക് ഞാനൊരു വാക്കും തരില്ല. എനിക്ക് സൗകര്യമുള്ളതുപോലെ ഞാൻ ചെയ്യും. നീ പൊക്കോ, എവിടെ വേണമെങ്കിലും പൊക്കോ.